ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പകലിൽ ഈ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ സുബ്രഹ്മണ്യം പാസ്റ്റർ, ഇവിടെ സങ്കീർത്തന ശുശ്രൂഷിച്ച പ്രിയ സണ്ണി പാസ്റ്റർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്നത്തെ ആരാധനയിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പകലിൽ കർത്താവ് നമ്മളോട് തുടർന്നും സംസാരിക്കുവാനായിട്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദവാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. എന്നാൽ അവൾ വന്നു, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിനെ നമസ്കരിച്ചു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒരു ശുശ്രൂഷ കാലയളവിൽ ഒത്തിരി പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കിയ അനുഭവം നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. അതിൽ എടുത്തു പറയുന്ന ചില രോഗികളുടെ വിവരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അപ്പോൾ തന്നെ എടുത്ത് പറയപ്പെടാത്ത നിരവധി പേർ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ നാം ശ്രദ്ധിച്ചാൽ പ്രധാനമായിട്ടും കർത്താവിൻ്റെ ശുശ്രൂഷ കൂടുതലും യഹൂദന്മാരെ കേന്ദ്രീകരിച്ചുള്ള ഒരു ശുശ്രൂഷയായിരുന്നു അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം കർത്താവ് ചെയ്തത്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ഈ ഭാഗത്തു നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ സ്ത്രീയുടെ വരവിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളോടൊപ്പം പറയുവാൻ താല്പര്യപ്പെടുന്നത്. താങ്ക് യു. നമ്മൾ വായിച്ച വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ചത്, എന്നാൽ അവൾ വന്നു, എന്നാൽ ആ സ്ത്രീ വന്നു. എന്നെ ആ ഭാഗം ഈ കഴിഞ്ഞ കുറച്ച് ഒരു 3-4 മാസത്തിന് മുൻപ് ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചു. കാരണം അവിടെ എടുത്തു പറയുകയാണ് അവൾ വന്നു എന്ന്, ആ സ്ത്രീ വന്നു എന്ന് എടുത്തു പറയുക. ഞാനിപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഭാഗങ്ങൾ വായിച്ചു നോക്കി. 21-ാമത്തെ വാക്യം തൊട്ടാണ് ആ ഒരു ഭാഗം തുടങ്ങുന്നത്, ആ ഒരു വിഷയം തുടങ്ങി വരുന്നത്. ഞാൻ ആ ഭാഗം അവിടം തൊട്ട് വളരെ ശാന്തമായിട്ട് നമ്മൾ ഓരോ വാക്യങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലുവാൻ താല്പര്യപ്പെടുകയാണ്. യേശു അവിടം വിട്ട് സോർ സീതോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. എന്നിട്ട് പറയുകയാണ് 22-ാം വാക്യം, ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു. അവിടെയാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഇവൾ വന്നു എന്ന് 22-ാം വാക്യത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് വീണ്ടും 25-ാം വാക്യത്തിൽ വന്നപ്പോൾ പറയുകയാണ്, എന്നാൽ അവൾ വന്നു. അപ്പം രണ്ടാമതും അവളുടെ വരവിനെ ഒന്ന് എടുത്തു പറയുന്ന ഒരു ചിത്രമാണ് എന്നെ ചിന്തിപ്പിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ 2 പ്രാവശ്യമായിട്ട് എടുത്തു? കാരണം ആദ്യത്തെ പ്രാവശ്യം തന്നെ അവൾ വന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അവൾ ഓൾറെഡി അവിടെ ഉണ്ടെന്ന് അറിയാം. ആ 22-ാം വാക്യത്തിൽ അത് പറഞ്ഞു, ആ ദേശത്ത് നിന്നൊരു കനാന്യ സ്ത്രീ വന്ന യേശുവിനോട് എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ 25-ാം വാക്യത്തിൽ വീണ്ടും എടുത്തു പറയേണ്ട കാര്യമില്ല. എന്നാൽ അവൾ വന്നു എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷേ അവിടെ എടുത്തു പറഞ്ഞിരിക്കുക. അപ്പം എന്നെ അതാണ് ചിന്തിപ്പിച്ചത്. ഇന്ന് പകൽ ആ ഒരു ചിന്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. എങ്കിലും നമ്മൾ ആ ആദ്യത്തെ ഭാഗങ്ങളൊന്ന് വായിച്ച് നമുക്ക് താഴോട്ട് വരാം. 1-2 ചിന്തകൾ പറഞ്ഞ് ഞാൻ ആ വാക്യത്തിലേക്ക് വരാം. ഈ ഭാഗം ഇതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തുകൂടെ നിങ്ങളെ ഒന്ന് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ ചിന്ത പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗത്തിലേക്ക് തിരിച്ചു വരാം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം.
അവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്. അതിൻ്റെ 7-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: യേശു അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോറിന്റെയും അതിർ നാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുതെന്ന് ഇച്ഛിച്ചു, എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അപ്പം നോക്കണം, കർത്താവ് ഈ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം, അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്ന വേദഭാഗം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം, പുരുഷാരം തനിക്കെതിരെ ഒക്കെ തിരിയുന്ന ഒരു രംഗമൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. തനിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു സാഹചര്യമൊക്കെ അതിൻ്റെ തൊട്ട് മുൻപുള്ള ഭാഗങ്ങളിലൊക്കെ കാണാൻ പറ്റും. അപ്പം അവിടെ നിന്നൊക്കെ ഒന്ന് വേറിട്ട് മാറിയിരിക്കാൻ കർത്താവ് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അത് വാസ്തവത്തിൽ ഒരു കനാന്യ ദേശത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്താണ്. അതിനോട് ചേർന്നുള്ള കനാന്യ ദേശത്തോടുള്ള ഒരു ചെറിയ ഭാഗത്താണ്. യഹൂദന്മാരുടെ ഭാഗമല്ല ഇത് വാസ്തവത്തിൽ. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തിലേക്കാണ് കർത്താവ് മാറിപ്പോയി ഒരു വീട്ടിൽ താൻ. മർക്കോസ് അവിടെ വളരെ വ്യക്തമായി, മത്തായി അത് അങ്ങനെ പറയുന്നില്ലെങ്കിലും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് വളരെ വ്യക്തമായി പറയുന്നു: ചെന്ന് ഒരു വീട്ടിൽ കടന്നു, ആരും അറിയരുതെന്ന് ഇച്ഛിച്ചു, എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അപ്പം വളരെ വ്യക്തമായി പറയുകയാണ്, യേശു പോയ ലക്ഷ്യം മറഞ്ഞിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാൻ, ഒന്ന് മാറിയിരിക്കാൻ വേണ്ടിയാണ് യേശു പോകുന്നത്. എന്നാൽ അത് സാധിക്കുന്നില്ല. യേശു ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ യേശു അവിടെ ഉണ്ടെന്നുള്ള ശ്രുതി അവിടെ എല്ലാം അറിയുവാൻ തുടങ്ങി. അവരെല്ലാം അറിഞ്ഞു. അങ്ങനെയാണ് ഈ സ്ത്രീ അവിടെ വരുന്നത് തന്നെ എന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. നോക്കിക്കേ, 25-ാം വാക്യത്തിൽ, അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. അപ്പം യേശു വന്നെന്നുള്ള ശ്രുതി അവിടെ പരന്നു, യേശു ഉണ്ടെന്നുള്ളത്. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം, യേശു നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതറിയണം. കർത്താവിൻ്റെ ദാസൻ തൊട്ട് മുൻപ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മളെ സുവിശേഷത്തിനോടുള്ള ബന്ധത്തിൽ, സുവിശേഷ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ ഓർപ്പിക്കുകയും ആഹ്വാനം ചെയ്യുവാനിടയായി തീർന്നു. നമ്മുടെ പരമാർത്ഥ മനസ്സുകളെ തട്ടി ഉണർത്തുന്ന ഒരു ചിന്തയാണ് ദൈവദാസൻ പങ്കുവച്ചത്. അപ്പം ലോകം അറിയണം യേശു ഉണ്ടെന്നുള്ളത്. പക്ഷെ അതെങ്ങനെയാണ് അറിയുന്നത്? എൻ്റെയും നിങ്ങളുടെയും വീട്ടിലുണ്ടെന്നറിയണം. ഇനി ആ വീടെന്നുള്ളത് കൂടെ ഒന്നുകൂടെ ഒന്ന് നാരോ ഡൗൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു എന്നിലുണ്ടെന്ന് ലോകം അറിയണം. അതറിയുന്നത് എൻ്റെ നടപ്പ്, എൻ്റെ സംസാരം, എൻ്റെ ജീവിത ശൈലി, എൻ്റെ ഓരോ കാര്യങ്ങളും ലോകം വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് കാണുമ്പോഴാണ് അവരറിയുന്നത് യേശു ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്നെ കണ്ടാൽ എൻ്റെ കൂടെ യേശു ഉണ്ടെന്ന് മറ്റൊരാൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? മറ്റൊരാൾക്ക് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ അതിനൊരു മാറ്റം വരുത്തേണ്ടത് അത് നാം വരുത്തിയേ പറ്റൂ. കാരണം യേശു ഉണ്ടെന്ന് അറിയണം, എങ്കിലേ മറ്റുള്ളവർക്ക് യേശുവിൻ്റെ അടുക്കൽ വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ കഴിവതും ഞാനൊരു വിശ്വാസിയാണെന്ന് ആരും അറിയരുത് എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ പലപ്പോഴും നടക്കുന്നത് തന്നെ, നമ്മൾ പലപ്പോഴും ഇടപെടുന്നത് തന്നെ. കാരണം ലോകം പോകുന്ന പോക്കിനൊത്ത് നമ്മളും അവരോടൊപ്പം അങ്ങ് ചേർന്ന് പോകുകയാണ് ചെയ്യുന്നത്. ഞാൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടൊക്കെ പറയാം, കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ പോകുന്ന സ്കൂളുകളിൽ, കോളേജുകളിൽ, എനിക്കറിയാം നിങ്ങളൊക്കെ നേരിടുന്ന ഒത്തിരി സമ്മർദ്ദങ്ങളുണ്ട്, ഒത്തിരി പിയർ പ്രഷർ നിങ്ങൾ നേരിടുന്നവരാണ്. അവിടെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ്. കാരണം നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ തെറ്റിക്കാനായിട്ടാണ് ഈ ലോകം നോക്കുന്നത്, നിങ്ങളുടെ കൂട്ടുകാർ നോക്കുന്നത്, നിങ്ങളെ എങ്ങനെയെങ്കിലും വഴി തെറ്റിക്കാൻ. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയാം, നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് പഠിച്ച ദൈവവചനം, നിങ്ങൾ ഇവിടെ സൺഡേ സ്കൂളിൽ പഠിച്ച ദൈവവചനം, ഇവിടെ ദൈവദാസന്മാർ നിങ്ങൾക്ക് കൈമാറിയിട്ടുള്ള ദൈവവചനം നിങ്ങളുടെ അകത്ത് കിടക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഒരിക്കലും ആ ലോകത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിപ്പോകരുത്. വ്യത്യസ്തരായി നിൽക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ കൂടെയുള്ളവർ അറിയണം നിങ്ങളിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട് എന്നറിയണം. അവർ ചെയ്യുന്നതെല്ലാം ചെയ്യുവാനല്ല നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്നത്, അതിനല്ല ദൈവം നിങ്ങളെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത്.
അതുകൊണ്ട് നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾ അതിനുവേണ്ടി എപ്പോഴും ഒരു ശ്രമം. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നിങ്ങളെ കളിയാക്കിയെന്നിരിക്കും, ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്നിരിക്കും. ഇതൊക്കെ സംഭവിക്കും, ഇതൊക്കെ നടക്കും. പക്ഷേ നിങ്ങൾ അവിടെ കർത്താവിന് വേണ്ടി നിങ്ങൾ നിന്നാൽ ദൈവം നിങ്ങളെ മാനിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ദൈവം നിങ്ങളെ നിശ്ചയമായിട്ട് മാനിക്കും. അതുകൊണ്ട് നിങ്ങൾ എവിടെയായിരുന്നാലും യേശുവിനെ വെളിപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറാകണം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ പോയി അതുപോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ജീവിത ശൈലിക്കകത്തുകൂടെ, നമ്മുടെ ജീവിതത്തിൽ കൂടെ അത് വെളിപ്പെടുത്താൻ നമുക്ക് കഴിയണം. അത് ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞെങ്കിലും എല്ലാവർക്കും ബാധകമായ വിഷയമാണ്, നമ്മളെല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. അപ്പം നമ്മൾ എവിടെയായിരുന്നാലും, നമ്മൾ ഏത് ജോലി ചെയ്യുന്നിടത്തായാലും ബിസിനസ് ചെയ്യുന്നിടത്തായാലും എവിടെയായാലും, നമ്മൾ ഏത് സ്ഥലത്തായാലും ശുശ്രൂഷയിലായിരിക്കുമ്പോഴും എല്ലാം നമ്മളെ കാണുമ്പോൾ യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയുവാൻ കഴിയണം. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കി മാറ്റണം. അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാക്കി നമ്മളത് മാറ്റിയെടുക്കണം. നമ്മുടെ ഒരു ജീവിത ശൈലിയാക്കി നമ്മളത് മാറ്റിയെടുക്കണം. അപ്പം യേശു ഉണ്ടെന്ന് അറിയണം. അല്ലാതെ ഞാൻ യേശുവിൻ്റെ കുഞ്ഞാണെന്ന് അറിയാതെ കഴിയാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം ഇവിടെ യേശു ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ അവിടെ യേശുവിൻ്റെ അടുക്കൽ വരുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി ഇപ്പം ഇവിടെ ഒന്നാമത്തെ വരവിലേക്ക് ഞാൻ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരിക. ഇവൾ വന്ന ഈ ഒന്നാമത്തെ വരവ്, ഇവളീ വന്ന ഒന്നാമത്തെ വരവ് ഒത്തിരി പ്രതിസന്ധികളെ തരണം ചെയ്ത ഇവളീ വന്നിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഇവളുടെ പ്രതിസന്ധികളെന്ന് ഒരു 2-3 ഞാൻ വേഗത്തിലൊന്ന് പറയാം. ഒന്ന്, ഇവൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു അനുകൂല സാഹചര്യമായിരുന്നില്ല ഇവളുടെ ജീവിതത്തിൽ, ഇവളുടെ ഭവനത്തിൽ ഇവൾക്കുണ്ടായിരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവളുടെ വീട്ടിൽ ഇവൾക്കൊരു മകളുണ്ട്. ആ മകൾ ഭൂതബാധിതയാണ്. അപ്പം ഏതു സമയത്തും എന്തനർത്ഥവും ആ കുഞ്ഞിൽ കൂടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. 24 മണിക്കൂറും ആരുടെയെങ്കിലും ഒരു മേൽനോട്ടം ആ കുഞ്ഞിൻ്റെ മേലില്ലെങ്കിൽ അത് ഒരു പ്രയാസമായിട്ട് മാറും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവൾക്ക് ആ വീട് വിട്ടിറങ്ങി വരിക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ഇനി 2, ഇവള് യഹൂദ സ്ത്രീയല്ല, ഇവളൊരു യഹൂദ സ്ത്രീയല്ല, ഇവളൊരു അന്യജാതിക്കാരിയാണ്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ തടസ്സം, യേശുവിൻ്റെ അടുക്കൽ വരുന്നതിനുള്ള രണ്ടാമത്തെ തടസ്സം ഇവളുടെ ജാതിയാണ്. കാരണം യഹൂദന്മാർ ഒരു നിലയിലും ഒരു കാരണവശാലും ജാതികളുമായിട്ട് സമ്പർക്കം പുലർത്തത്തില്ല. അത് കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ നമ്മൾ അത് തന്നെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഇവളുടെ രണ്ടാമത്തെ തടസ്സം അതാണ്. ഇവൾക്ക് ഒരു കാരണവശാലും ഇങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എങ്കിലും അവൾ വരാൻ തീരുമാനിച്ചു, അവൾ വന്നു. മൂന്നാമത്തെ ഒരു തടസ്സം, ഇവളൊരു സ്ത്രീയാണെന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു തടസ്സം. കാരണം പൊതുവെ പുരുഷന്മാരുള്ള ഒരു സദസ്സിലേക്ക് ഒരു സ്ത്രീക്ക് അങ്ങനെ അത്ര സ്വാതന്ത്ര്യത്തോടെ വന്നു കയറാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കീഴ്വഴക്കം അവിടുത്തെ ആ സമയങ്ങളിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഉണ്ടായിരുന്ന മൂന്നാമത്തെ തടസ്സം അതായിരുന്നു, ഇവൾ ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു തടസ്സം ഇവൾക്കുണ്ടായിരുന്നു. എങ്കിലും അവൾ വന്നു. ഇന്ന് പകൽ ആരാധനയുണ്ട്, സഭായോഗമുണ്ട്, അതുകൊണ്ട് ഞാൻ വന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ വന്നതിനേക്കാൾ ചില വെല്ലുവിളികളെ തരണം ചെയ്ത് ഇവിടെ വന്ന കുറച്ചു പേരുണ്ട്. ഇറങ്ങി വരാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. ഒരുപക്ഷെങ്കിൽ വീട്ടിൽ നിന്ന് വേണ്ട പ്രോത്സാഹനമില്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം. കൂടെയുള്ള ജീവിത പങ്കാളി പോലും ചിലപ്പോൾ അനുകൂലിക്കാത്ത സാഹചര്യം ആയിരിക്കാം. മക്കൾ ചിലപ്പോൾ എതിർത്ത് പറയുന്നുണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെ പല സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ നടുവിലും ആരാധിക്കണം എന്നുള്ള താല്പര്യത്തോടെ വന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് പകൽ എന്നോട് ആ ഭാഗം ഒന്ന് സ്പർശിക്കാൻ പറഞ്ഞത്. അനുകൂല സാഹചര്യമല്ല, പക്ഷേ വന്നു. ആരാധന ഉള്ളത് കൊണ്ട് വന്നില്ലെങ്കിൽ
ഇനി ജോബി പാസ്റ്ററും ഇല്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പാസ്റ്റർ വിളിച്ച് ചോദിക്കത്തില്ലല്ലോ എന്ന് ചിന്തിച്ചോ, അല്ലെങ്കിൽ ഇനി പാസ്റ്റർ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചാലോ എന്നൊക്കെ ചിന്തിച്ചു വന്ന വരവും കാണാം. പക്ഷെ അവരെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എനിക്ക് വരാൻ പറ്റാത്തില്ലെന്നുള്ള സാഹചര്യം ഉണ്ടായിട്ടും അവസരം ഒരുക്കി വന്നവർ, ത്യാഗം ചെയ്തു വന്നവർ, വില കൊടുത്തു വന്നവർ, അതിന്നല്ല എല്ലാ സമയങ്ങളിലും ദൈവസന്നിധിയിൽ ചെല്ലുവാൻ അങ്ങനെ വ്യഗ്രത കാണിക്കുന്ന ഒരു കൂട്ടം. സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, വരുവീൻ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായി, അതൊരു വലിയ പദവിയായി, അതൊരു വലിയ അനുഗ്രഹമായി കാണുന്ന ഒരു കൂട്ടം ജനം, അവരാണ് ഇവിടെ പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഇവൾ വന്നു. ഇവളുടെ ഒന്നാമത്തെ വരവിൽ തന്നെ, ഒന്നാമത്തെ വരവെന്ന് പറയുന്നത് തന്നെ ഒത്തിരി പ്രതിസന്ധിയെ തരണം ചെയ്താണ് അവൾ അവിടെ വന്നത്. അങ്ങനെ വന്നിട്ട് അവൾ പറയുകയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. അപ്പം ഇവൾ വരുമ്പോൾ തന്നെ ഇവൾ ഇതാണ് നിലവിളിച്ച് പറയുന്നത്. നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അറിയാം, യേശുക്രിസ്തു ഒരു വീടിനകത്തിരിക്കുക. ഒരു പക്ഷെങ്കിൽ ഇവൾക്ക് ആ വീടിനകത്തോട്ട് കയറാൻ അനുവാദം കിട്ടിയിട്ടില്ലാത്ത സാഹചര്യത്തിലായിരിക്കാം ഇവളിപ്പോൾ ഈ ആദ്യത്തെ വാക്കുകൾ ഇവിടെ പറയുന്നത്. വെളിയിൽ നിന്നുകൊണ്ടായിരിക്കാം. കാരണം നിലവിളിച്ച് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്ര അടുത്ത് ചെന്ന് നിന്ന് പറയുന്നതല്ല, ഇച്ചിരി അകലെ നിന്ന, ഒന്നിൽ വീടിൻ്റെ വെളിയിലായിരിക്കാം, യേശു വീടിനകത്തായിരിക്കാം, ഇവൾ വീടിൻ്റെ വെളിയിലായിരിക്കാം, അകത്തോട്ട് കയറാൻ പ്രവേശനം കിട്ടിയിട്ടില്ലാത്തവളായിരിക്കാം. അപ്പം അതുകൊണ്ട് ഇവള് അവിടെ നിന്ന് നിലവിളിക്കുകയാണ്, എന്നോട് കരുണ തോന്നണമേ. അവൾ വിളിച്ച പേര് ദാവീദ് പുത്ര എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. യേശുവിനെ ഇതുപോലെ അഭിസംബോധന ചെയ്ത വേറെ രംഗങ്ങളൊക്കെ നമുക്ക് പുസ്തകത്തിൽ കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ രണ്ട് കുരുടന്മാരിരുന്ന് നിലവിളിക്കുന്നുണ്ട്. അവിടെയും അവര് ദാവീദ് പുത്ര എന്ന് പറഞ്ഞാണ് നിലവിളിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. എന്നും പോകട്ടെ, ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പം ഇവള് യേശുവിനോട് നിലവിളിച്ച് പറയുകയാണ്. എന്നാൽ ഇനിയും ഉള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. യേശു എന്താ ചെയ്തത്, യേശുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് നോക്കണം. 23-ാം വാക്യം, യേശു അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അതാണ് ഒന്നാമത്തെ യേശുവിൻ്റെ പ്രതികരണം. കാരണം നമ്മൾ ഇനിയും രണ്ടാമത്തെ ഇവളുടെ വരവിലേക്കാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ടുള്ള രണ്ടാമത്തെ വരവിൽ എന്താണ് എനിക്ക് എടുത്തു പറയാനുള്ളതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. യേശു ഇവൾ ഇത്രയും നിലവിളിച്ചിട്ടും യേശു ഒരു വാക്കും മിണ്ടിയില്ല, അവളോട് ഒന്നും പറഞ്ഞില്ലെന്നുള്ളതാണ് യേശുവിൻ്റെ ഒന്നാമത്തെ പ്രതികരണം. ഇന്ന് പകൽ ഞാൻ പറയാം, ചില സമയങ്ങളിൽ കർത്താവ് നമ്മളോട് മൗനം പാലിക്കുന്ന സമയങ്ങളുണ്ട്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും ചില സമയത്ത് കർത്താവ് ഒരക്ഷരം പോലും നമ്മളോട് മിണ്ടാറില്ല, നമ്മളോട് മറുപടി പറയാറില്ല. നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകുന്ന, തളർന്നു പോകുന്ന സമയങ്ങളാണ് അതൊക്കെ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കറിയാം, ഒന്നുമല്ല എന്നെ ഒന്ന് കേട്ടു എന്നെങ്കിലും നമുക്ക് ബോധ്യമാകും. ഇത് ഒന്നും പറയാത്തത് കൊണ്ട് എന്നെ കേട്ടോ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നൊക്കെയുള്ള ആശങ്കകൾ നമ്മുടെ അകത്തേക്ക് കയറുക. അതിൻ്റെ കൂടെ നമ്മൾ ഇത്രയും നിലവിളിച്ചു പറഞ്ഞിട്ടും, ഇവൾ ഇത്രയും നിലവിളിച്ചു പറഞ്ഞിട്ടും ഒരു പ്രതികരണം കർത്താവ് തരുന്നില്ല. അവക്കറിയാം യേശു കേട്ടിട്ടുണ്ടെന്ന് നമുക്കും ബോധ്യമുണ്ട്. കാരണം അവൾ അതുപോലെ നിലവിളിച്ച് പറയുന്നത്. പക്ഷേ യേശു ഒരു പ്രതികരണവും യേശു കൊടുക്കുന്നില്ലെന്നുള്ളതാണ് അവിടെ നാം കാണുവാൻ കഴിയുന്നത്. ഞാൻ ഇങ്ങനെ പറയാം, യേശുവിൻ്റെ കാതുകളും നാവും അല്പസമയത്തേക്ക് അടഞ്ഞു പോയെങ്കിലും ഇവളുടെ വിശ്വാസം ഒരിക്കലും അവളെ മുന്നോട്ട് വിടുന്നതിനൊരു തടസ്സമായിട്ട് അത് തീർന്നില്ല. യേശുവിൻ്റെ കാത് അല്പസമയത്തേക്ക് അടഞ്ഞാലും അവളുടെ വിശ്വാസത്തിനൊരു ചോർച്ചയും വന്നില്ല. യേശുവിൻ്റെ പ്രതികരണത്തിന് യേശു ഒരു നിലയിലും പ്രതികരിച്ചില്ലെങ്കിലും അവൾക്ക് അതിനകത്ത് അവളുടെ വിശ്വാസത്തെ അതൊരിക്കലും ചോദ്യം ചെയ്തില്ലെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ചില സമയങ്ങളിൽ കർത്താവ് മൗനം പാലിച്ചെന്ന് വരും. എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ മൗനം പാലിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
പല കാരണങ്ങളുണ്ട്. വേദപുസ്തകം നാം പഠിച്ചാൽ ദൈവം മൗനം പാലിക്കുന്ന, പ്രാർത്ഥനയുടെ മുൻപിൽ മൗനം പാലിക്കുന്ന സമയങ്ങൾ നമ്മൾ ഓരോന്നും എടുത്തു നോക്കിയാൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. എനിക്കതെല്ലാം പറഞ്ഞു നിൽക്കാൻ ഇന്ന് പകൽ നേരമില്ല. എങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോകാം, വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചില ക്രമീകരണങ്ങൾ വരാനുള്ളത് കൊണ്ടായിരിക്കാം ദൈവം ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന ഉടനെ ചിലപ്പം ദൈവം അത് തരാതിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തോ ചില ക്രമീകരണങ്ങൾ നടക്കാനുണ്ട്. അത് നടന്നിട്ട് ഇതിന് മറുപടി തന്നിട്ട് കാര്യമുള്ളൂ എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് 2, നമ്മുടെ ജീവിതത്തിൽ ചില പാപം നിലനിൽക്കുന്നത് കൊണ്ട് ചില സമയത്ത് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ പോകും. പാപം കാരണം ദൈവം മറുപടി തരാതെ പോകും. ഇതിന് ഞാൻ ഈ പറയുന്നതിനെല്ലാം വേദപുസ്തകത്തിൽ തെളിവുകളുണ്ട്, ഉദാഹരണങ്ങളുണ്ട്, പറയാനുണ്ട്. പക്ഷേ എൻ്റെ സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. 3, നമ്മൾ ചോദിക്കുന്ന ആ വിഷയം അന്നേരം ദൈവം മറുപടി തന്നാൽ ഒരു പക്ഷെങ്കിൽ അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവം അതിന് ചിലപ്പോൾ മറുപടി തരാറില്ല. നമുക്കറിയത്തില്ല. നമ്മൾ ഇപ്പോൾ ഈ മറുപടി കിട്ടിയാൽ നല്ലതാണ്, ഇത് നല്ലതായി തീരുമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മേക്കാൾ നല്ലവണ്ണം ഇതെവിടെ എന്തായി തീരുമെന്ന് അറിയാവുന്ന ഒരു ദൈവം, സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാം. ആദിയിൽ തന്നെ അവസാനം അറിയുന്ന ദൈവത്തിനറിയാം ഇതിപ്പോൾ നമുക്ക് അനുവദിച്ച് തന്നാൽ ഇത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അപ്പം അതുകൊണ്ട് ചില സമയങ്ങളിൽ ദൈവം നമുക്ക് തിന്മ ഭവിക്കാതിരിക്കാൻ, ദോഷം ഭവിക്കാതിരിക്കാൻ ദൈവം ചിലപ്പോൾ മറുപടി തരാതിരിക്കും. ചില സമയങ്ങളിൽ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ വാശി പിടിക്കാറുണ്ട്. ചില വാശിയൊക്കെ പിടിക്കുമ്പോൾ മാതാപിതാക്കൾ എല്ലാം ഒന്നും ചെയ്തു കൊടുക്കാറില്ല. കാരണം അവർക്കറിയാം ഇതിപ്പോൾ കൊടുത്താൽ ഈ കുഞ്ഞിൻ്റെ ഭാവിക്ക് ഇത് ദോഷം ചെയ്യുമെന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ കൊടുക്കാറില്ല. അപ്പം അതുപോലെ തന്നെ ആണ് ദൈവം ചെയ്യുന്നത്. പിന്നെ 4, ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടിയായിട്ട് ദൈവം ചില സമയങ്ങളിൽ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരാൻ ഒരല്പം നീട്ടിവെക്കും. അപ്പം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് കർത്താവ് മറുപടി തരാൻ താമസിച്ചത്. എന്നാൽ ഇവിടെ നാം കാണുന്നത് ഇവളുടെ വിശ്വാസത്തെ ശരിക്കും ഒന്ന് ശോധന ചെയ്യുവാൻ, അത് വാസ്തവത്തിൽ യേശുവിന് ഇവളുടെ വിശ്വാസം അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, മറിച്ച് 2 കൂട്ടർക്ക് ഇവളുടെ വിശ്വാസം ഒരു പാഠമായി തീരാൻ വേണ്ടിയാണ് യേശു മനഃപൂർവ്വമായിട്ട് ഇവളുടെ വിഷയത്തിന് ഇവിടെ മറുപടി കൊടുക്കും. ഒന്ന്, അവൾക്ക് തന്നെ അത് ബോധ്യമാകാൻ, അവളുടെ വിശ്വാസം എത്ര വലുതാണ് എന്ന് അവൾക്ക് തന്നെ ബോധ്യമാകാൻ വേണ്ടിയാണ് യേശു മനഃപൂർവ്വമായിട്ട് ഇവിടെ മറുപടി കൊടുക്കാതിരിക്കുന്നത്. 2, അവിടെ ചുറ്റും നിൽക്കുന്നവർക്ക് ബോധ്യമാകാൻ വേണ്ടി, ഇവളുടെ വിശ്വാസം കണ്ടുപഠിക്കാൻ വേണ്ടി അവർക്ക് ബോധ്യമാകാൻ വേണ്ടിയാണ് യേശു. കാരണം യേശുവിനറിയാം ഇവളുടെ വിശ്വാസം. ഇവള് യേശു ഇനി എന്തൊക്കെ താഴോട്ട് വരുമ്പോൾ ഇനി യേശു പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞാലും ഇവള് പോകത്തില്ലെന്ന് യേശുവിന് നല്ലവണ്ണം അറിയാം. യേശുവിനത് നല്ലവണ്ണം അറിയാമായിട്ടും അപ്പൊ ഇവളുടെ വിശ്വാസം എത്രയുണ്ടെന്ന് യേശുവിന് അറിയാൻ വേണ്ടിയല്ല, മറിച്ച് ഇവൾക്ക് ബോധ്യമാകണം. 2, ഇവിടെ ചുറ്റും നിൽക്കുന്നവർക്ക് ബോധ്യമാകണം. ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയരെ, ചില സമയങ്ങളിൽ ദൈവം നമ്മളെ ശോധന ചെയ്യുന്നത്, ചില പരീക്ഷകളിൽ കൂടെ, വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ കൂടെയൊക്കെ ദൈവം നമ്മളെ വിടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. എന്തിനാന്ന് ചോദിച്ചാൽ, ദൈവത്തിന് നമ്മളിൽ വിശ്വാസമുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ബോധ്യമാകാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല, ഒന്നുകൂടെ പറയാം. ദൈവം എൻ്റെ ഒരു വിഷയത്തിന് മറുപടി തരാൻ താമസിച്ചാൽ ഞാൻ അതിൻ്റെ മുൻപിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ദൈവത്തിന് നല്ലവണ്ണം അറിയാം, നേരത്തെ അറിയാം. ഞാൻ ഈ വിഷയം ദൈവത്തോട് പറയുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന് അറിയാം ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്. ദൈവം അല്പം താമസിച്ചാൽ ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് ദൈവത്തിനറിയാം. അപ്പം മറുപടി തരാൻ താമസിക്കുമ്പോഴും ഞാൻ ദൈവസന്നിധി വിട്ടു പോകത്തില്ലെന്നുള്ളത് ദൈവത്തിന് അറിയാമെങ്കിൽ ദൈവം ഒരല്പം താമസിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം എന്നെ ഒന്ന് ബോധ്യപ്പെടുത്താനും അപ്പോൾ തന്നെ
എന്നെ വിശ്വസിക്കുവാൻ കൊള്ളാം എന്ന് എനിക്ക്, ദൈവത്തിന് എന്നെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് എനിക്കും ബോധ്യമാകാൻ വേണ്ടി കൂടിയാണ് ദൈവം അത് ചെയ്യുന്നത്. നമ്മെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റുമോ? അതൊരു വലിയ ചിന്തയാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്നിൽ ദൈവത്തിന് വിശ്വാസമുണ്ടോ? നമ്മൾ സാധാരണ ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ തിരിച്ചൊന്ന് ചിന്തിച്ചേ, ദൈവത്തിന് എന്നിൽ വിശ്വാസമുണ്ടോ എന്ന് പറഞ്ഞാൽ, എനിക്കൊരു വിഷയത്തിന് മറുപടി തന്നില്ലെങ്കിലും ഞാൻ ദൈവത്തെ വിട്ടുപോകത്തില്ലെന്നുള്ള ആ ഉറപ്പ് ദൈവത്തിനുണ്ടോ? അത് ദൈവത്തിന് കിട്ടണം നമ്മളിൽ നിന്ന്. അത് തൊട്ടാവാടിയെ പോലെ ദൈവം ഒരു വിഷയം തന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച തൊട്ട് ഇനിയും കൂട്ടത്തിന് വരത്തില്ല, പ്രാർത്ഥനയില്ല, ഉപവാസമില്ലെന്നും പറഞ്ഞ് നമ്മൾ മാറിപ്പോയാൽ ആ വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നാൽ മറുപടി തരാൻ താമസിച്ചാലും ഞാൻ ദൈവത്തെ വിട്ടുപോകത്തില്ലെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ അവിടെയാ ദൈവത്തിന് നമ്മളിൽ ഒരു വിശ്വാസം വരുന്നത്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇയ്യോബ്. ഇയ്യോബിന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന് ഇയ്യോബിൽ വിശ്വാസമുള്ളത് ഇയ്യോബിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയും ഇയ്യോബിൻ്റെ കൂട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയുമാണ് ഇയ്യോബിനെ ഈ പരിശോധനയ്ക്ക് അകത്തോട്ട് ദൈവം വിടുന്നത്. പിശാചി എന്ന് ദൈവത്തോട് അനുവാദം ചോദിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട്, നീ ചെയ്തോ, അവനുള്ളതൊക്കെയും നീ തൊട്ടോളാൻ ആദ്യം അനുവാദം കൊടുത്തു. കാരണം ദൈവത്തിന് ഇയ്യോബിൽ നല്ല വിശ്വാസമായിരുന്നു. ഇയ്യോബ് അവിടെ ഒന്നും ദൈവത്തെ തള്ളിപ്പറയത്തില്ലെന്ന് ദൈവത്തിന് ഇയ്യോബിൽ നല്ല വിശ്വാസമായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് എന്ന് ചോദിച്ചു, ദൈവം പറഞ്ഞു, അവൻ്റെ പ്രാണനെ ഒഴിച്ച് നീ അവൻ്റെ ശരീരത്തെ തൊട്ടോളാൻ പറഞ്ഞു. അവൻ്റെ പ്രാണനെ തൊടാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. അന്നേരവും ദൈവത്തിന് ഇയ്യോബിൽ നല്ല വിശ്വാസമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ശോധനകൾക്കകത്തുകൂടെ കടന്നു പോകുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങളെ ദൈവത്തിന് വിശ്വാസമുള്ളതുകൊണ്ടാ നിങ്ങളുടെ ശോധന ഒരല്പം കൂടെ നീണ്ടുപോകാൻ ദൈവം അനുവദിക്കുന്നത്. നിങ്ങളെ ദൈവത്തിന് വിശ്വാസം അത്രയും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ശോധനയ്ക്കകത്ത് പിടിച്ചു നിൽക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ നിങ്ങൾ ആ ശോധനയ്ക്കകത്ത് കയറുന്ന ഉടനെ തന്നെ ദൈവം അതിൽ നിന്നൊരു പ്രതിവിധി തന്ന് നിങ്ങളെ പുറത്തിറക്കും. എന്നാൽ ശോധനയ്ക്കകത്തൊരല്പം നീണ്ടു പോകുന്നെങ്കിൽ ഓർത്തോ, നിങ്ങളെ ദൈവത്തിന് നല്ല വിശ്വാസമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാം. ഏത് പ്രതിസന്ധിയുടെയും നടുവിൽ ഇവൻ എന്നെ വിട്ടുപോകത്തില്ല, ഇവൾ എന്നെ വിട്ടുപോകത്തില്ലെന്ന് ദൈവത്തിനൊരു നല്ല സാക്ഷ്യം പറയാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെന്ന് ദൈവത്തിന് ബോധ്യമാകുമ്പോഴാണ് ദൈവം അങ്ങനെ നിങ്ങളെ ചില ശോധനയ്ക്കകത്ത് നീണ്ട കാലം അനുവദിച്ചു വിടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടല്ലേ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ, നിങ്ങളുടെ കഷ്ടത മാറിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ശോധന മാറിയിട്ടില്ലെങ്കിൽ, ഇത് ഓരോ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കും തോറും ഇതിൻ്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓർത്തോ, നിങ്ങളിൽ ദൈവത്തിന് അധികമായ വിശ്വാസം വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള നിലയിലെത്തി. അപ്പം ഇവിടെ കർത്താവ് ഇവളുടെ വിഷയത്തിന് ഒരു പ്രതികരണവും ചെയ്യുന്നില്ല. കർത്താവ് തീർത്തും മൗനം പാലിച്ച് പോകുന്ന ഒരു രംഗമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ് നോക്കിക്കേ, യേശുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ ചെന്ന് പറയുകയാണ്. അവർ ചെന്ന് കർത്താവിനോട് പറഞ്ഞു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അപ്പം ശിഷ്യന്മാർ ഇവൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. ഇടിവിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം, ഈ ശിഷ്യന്മാർ ഇവളെ എങ്ങനെയെങ്കിലും അങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയായി പറയുന്നത്. കാരണം ഒന്നാമത്തെ വിഷയം, അവൾ ഈ പുറകെ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഇവർക്കിതൊരു വലിയ ക്ഷീണമാണ്. കാരണം ഇവളൊരു യഹൂദ സ്ത്രീ അല്ല, ഇവളൊരു അന്യജാതിക്കാരിയാണ്. അപ്പോൾ ഒരു അന്യജാതിക്കാരിയുമായിട്ട് ഈ യേശുവും ശിഷ്യന്മാരും ഒക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നു, അല്ലെങ്കിൽ അവളുമായിട്ടൊക്കെ ഇടപഴകുന്നു എന്നൊക്കെ പുറത്തൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ പിന്നെ യഹൂദന്മാരുടെ ഇടയിൽ ഇവർക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് എങ്ങനെങ്കിലും ഇവളെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം എന്നുള്ള മനോഭാവത്തിലാണ് ഈ ശിഷ്യന്മാർ പറയുന്നത്, അവൾ നമ്മുടെ പുറകാലെ വരുന്നു, അവൾ നമ്മളുടെ പുറകാലെ വന്നുകൊണ്ടിരിക്കുന്നു, അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അപ്പം അതിന് യേശു കൊടുക്കുന്ന ഒരു മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇവളുടെ രണ്ടാമത്തെ തടസ്സമാണ്, അല്ലെങ്കിൽ ഇവളുടെ രണ്ടാമത്തെ പ്രതിസന്ധിയാണ്. ഒന്ന്, യേശു മൗനം പാലിച്ചു. രണ്ടാമത്തെ പ്രയാസം, ഇവൾക്ക് ഉണ്ടാകുന്ന പ്രയാസം 24-ാം വാക്യം. അതിന് യേശു
ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഒരു വല്ലാത്ത ഒരു മറുപടിയാണ് വാസ്തവത്തിൽ യേശുവോട് പറയുന്നത്. ഞാൻ നമ്മുടെ ഇന്നത്തെ ശൈലിയിലൊക്കെ പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരിച്ചിരി അതിര് കടന്നു പോകുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാനൊന്ന് പറയാം. നമ്മുടെ ഇന്നത്തെ ശൈലിയിൽ പറഞ്ഞാൽ ജാതി പറഞ്ഞുള്ള ഒരു അധിക്ഷേപമാണ് യേശു വാസ്തവത്തിൽ അവിടെ നടത്തിയതെന്ന് നമുക്ക് തോന്നും. കാരണം യഹൂദന്മാരുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഇവളുടെ ജാതി കുറഞ്ഞ ജാതിയാണ്, നിങ്ങളുടെ അടുക്കലേക്ക് എന്നെ വിട്ടിട്ടില്ല എന്നുള്ള നിലയിലാണ് യേശു പറയുന്നത്. അപ്പം വാസ്തവത്തിൽ ഒരു ജാതികീയ അധിക്ഷേപമായിട്ടൊക്കെ ഇന്നത്തെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അതൊരു വലിയ ഇഷ്യൂ ആയി തീരാൻ സാധ്യതയുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അതല്ല അവിടെ സംഭവിക്കുന്നത്. യേശു ആ ഒരു ലക്ഷ്യത്തിലല്ല പറയുന്നത്. ഞാൻ ആ ഭാഗം ചിന്തിച്ചു. കാരണം യേശു പറഞ്ഞ ആ വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. യേശു പറഞ്ഞത് എന്താണെന്ന് നോക്കിക്കേ. യേശു പറഞ്ഞത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ, അപ്പം എന്നെ അവർക്ക് വേണ്ടി മാത്രമാണ് അയച്ചെന്നുള്ള അർത്ഥത്തിലാണ് യേശു പറയുന്നത്. ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ വ്യക്തമാണ്. ഐ വാസ് സെന്റ് ഓൺലി ടു ദ ലോസ്റ്റ് ഷീപ്പ് ഓഫ് ദ ഹൗസ് ഓഫ് ഇസ്രായേൽ. അപ്പോൾ ഓൺലി എന്നുള്ള പദം, അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വന്നെന്നുള്ള ഒരു പദമാണ് യേശു അവിടെ ഉപയോഗിച്ചത്. എന്നെ അത് ഒത്തിരി ചിന്തിപ്പിച്ചു. അവിടെ ഈ ശതാധിപന്റെ മകന് വേണ്ടി അത്ഭുതം ചെയ്യുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ആ മനുഷ്യൻ പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. എന്താ അങ്ങനെ? ആക്ച്വലി 8-ാം അധ്യായത്തിൽ ഗദരദേശത്തെ വിഷയമാണ് നമ്മൾ കാണുന്നത്. ഗദരദേശത്ത് ഭൂത, അവിടെയും യേശു ഇവർ യഹൂദന്മാരല്ലാത്തവരാണ് അവിടെ സൗഖ്യം പ്രാപിക്കുന്നത്. ഞാൻ ശതാധിപന്റെ വിഷയത്തിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലോട്ട് നമുക്കൊന്ന് പോകാം. അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം, അവിടെ അതിൻ്റെ 17-18 വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ലൂക്കോസ് 17-ന്റെ 17-18 വാക്യങ്ങൾ. അവിടെ യേശു പറയുന്നത് കുഷ്ഠരോഗികൾ സൗഖ്യമായ ഒരു വിഷയം നമ്മളിവിടെ കാണുന്നുണ്ട്. നോക്കിക്കേ, അതിൻ്റെ 17-ാമത്തെ വാക്യം, 10 പേര് ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ. അപ്പം ഈ മടങ്ങി വന്ന ഒരുത്തൻ ആരാ? അന്യജാതിക്കാരനാ. അപ്പം ബാക്കി 9 പേരും ആരാകാനാ സാധ്യത? യഹൂദന്മാരാകാനാ സാധ്യത. ബാക്കി 9 പേരും യഹൂദന്മാരാകാനാ സാധ്യത. പക്ഷെ ഈ ഒരുത്തൻ, ഇവൻ അന്യജാതിക്കാരനാ, ഇവൻ അല്ലാതെ ആരും തിരിച്ചു വന്നില്ലല്ലോ എന്ന് യേശു എടുത്തു പറയുമ്പോൾ അവിടെ യേശു യഹൂദന്മാരെ മാത്രമല്ല സൗഖ്യമാക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നുണ്ട് യേശു. അപ്പം അവിടെയും യേശു അല്ലാത്തവരെയും സൗഖ്യമാക്കുന്ന രംഗം നമുക്ക് കാണുവാൻ കഴിയും. ഇനി യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയാക്കാരത്തി സ്ത്രീയുമായിട്ട് യേശു സൗഖ്യമാക്കുന്ന വിഷയമല്ലെങ്കിലും അവൾക്കൊരു ആന്തരിക സൗഖ്യം, അവൾക്കൊരു ആത്മീക സൗഖ്യം കൊടുക്കുന്നത് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ യേശു ശമരിയാക്കാരത്തി സ്ത്രീയുമായിട്ട് അവിടെ സംസാരിക്കുകയും അവളെ നേർവഴിക്ക് കൊണ്ടുപോയി. അപ്പോൾ യേശു യഹൂദന്മാരെ മാത്രമല്ല ലക്ഷ്യമിട്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇങ്ങനെ പല ഭാഗങ്ങളിൽ കൂടെ നമ്മൾ നോക്കുമ്പോഴെല്ലാം നമുക്കിത് കാണുവാൻ പറ്റും. ഈ ശതാധിപന്റെ വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെയും നമുക്ക്, എനിക്കൊന്ന് മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകല്ല് എന്ന് വളരെ വ്യക്തമായി യേശു പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ. അപ്പം യേശു വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും യേശുവിന് എപ്പോഴും എല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ള മനോഭാവമാണുള്ളത്. അതുകൊണ്ടാണ് യേശു മറ്റുള്ള സമയങ്ങളിൽ ഇവരെയെല്ലാം. എന്നാൽ ഒരു കാര്യം സ്പഷ്ടമാണ്, പൗലോസിൻ്റെ ഭാഷയിലാണ് നമുക്കത് കുറച്ചുകൂടെ വ്യക്തമായി കിട്ടുന്നത്. യേശു വന്നത് ഒന്നാമത് യഹൂദന്മാർക്ക് വേണ്ടിയാണ് യേശു വന്നത്. അത് പൗലോസാണ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത്. പൗലോസ് റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്ന വാക്ക് നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് ഈ ചിന്തയിലേക്ക് തിരിച്ചു വരാം. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്,
സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയായി ദൈവശക്തിയാകുന്നില്ല. അപ്പം ഈ സുവിശേഷം അല്ലെങ്കിൽ യേശുക്രിസ്തു, സുവിശേഷം എന്നത് എന്താണെന്ന് 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യേശുക്രിസ്തു മരിച്ചവനായി അടുക്കപ്പെട്ട, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു, അതാണ് എൻ്റെ സുവിശേഷം എന്ന് പറയുന്നുണ്ട്. അപ്പം അത് ആദ്യം ആർക്കാ? യഹൂദനായിരുന്നു. എന്നാൽ പിന്നീടാണ് ജാതികൾക്ക് വേണ്ടി. അപ്പം ഒരു കാര്യം വ്യക്തമാണ്, യേശു യഹൂദന് വേണ്ടി മാത്രമല്ല വന്നത്, യേശു ജാതികൾക്ക് വേണ്ടി കൂടിയാണ് വന്നത്. എന്നാൽ ഇവളോട് ഇവിടെ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. യേശു മത്തായി സുവിശേഷത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക. മത്തായി സുവിശേഷം തിരിച്ചു വന്ന് നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ യേശു പറഞ്ഞത് യഹൂദന്മാർക്ക് വേണ്ടിയാണ് എന്നെ ദൈവം അയച്ചതെന്ന് പറയുമ്പോൾ ഇത് വാസ്തവത്തിൽ അവളോടല്ല പറഞ്ഞത്, അത് ശിഷ്യന്മാരോടായി പറയുന്നത്. യേശു അത് ശിഷ്യന്മാരോടായി പറയുന്നത്. പക്ഷെ അവളത് അറിഞ്ഞിട്ട് ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഇവൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ ചെന്നതാണ്. എന്നാൽ അവരോടാണ് യേശു പറയുന്ന മറുപടിയാണ്, അവർ ഇങ്ങനെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞാണ് ഇനിയും 25-ാം വാക്യം നമ്മൾ കണ്ടത്, എന്നാൽ അവൾ വന്നു. അപ്പൊ ഇവിടെയാണ് ഇനി നമ്മുടെ ചിന്ത പോകേണ്ടത്. എന്നാൽ അവൾ വന്നു. നോക്കിക്കേ, ഞാൻ പറഞ്ഞു ഇവൾ ഒന്നാമത്തെ വരവിന് തന്നെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ഇവൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന സാഹചര്യമല്ല. ഇവള് ഒരു സ്ത്രീയാണ്. ഇവള് ഒരു ജാതീയ സ്ത്രീയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി തടസ്സങ്ങൾ ഇവക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ആ തടസ്സങ്ങളെല്ലാം തരണം ചെയ്താണ് ഇവൾ ഒന്നാമത്തെ വരവ് വന്നത്. എന്നാൽ ഈ 2ാമത്തെ വരവ് അതിനേക്കാൾ ഗൗരവമുള്ള ഒരു വരവാണ്. ഈ ഒരു വാക്ക്, ഈ 2 പ്രതികരണം യേശുവിൽ നിന്നുണ്ടായി. ഒന്ന്, യേശു ഇവളെ മൈൻഡ് ചെയ്തില്ല, യേശു ഇവളെ തിരിഞ്ഞു നോക്കിയില്ല. ഇവൾ ഇത്രയും നിലവിളിച്ചിട്ടും യേശു ഇവളെ തിരിഞ്ഞു നോക്കിയില്ല. ഒന്നത്. 2, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, യഹൂദന്മാരുടെ ഇടയിലേക്കാണ്, അല്ലെങ്കിൽ ജാതികൾക്ക് വേണ്ടിയല്ല ഞാൻ എന്നെ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ നമ്മൾ മിക്കവാറും അവിടെ വിട്ടേച്ച് പോയേനെ. ഇനി ആദ്യത്തേതിനെ പോയില്ലെങ്കിൽ പോലും 2ാമത്തെ ഈ പ്രതികരണം, യേശുവിൻ്റെ ഈ വാക്കുകൂടെ കേട്ടിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളിൽ ഒരു നല്ല ഭാഗവും അവിടം വിട്ടുപോയേനെ. നിങ്ങളുടെയൊക്കെ വലിയ ഉന്നത ജാതിയും വെച്ചുകൊണ്ടിരുന്നോ, എനിക്ക് വേണ്ട, എന്നാൽ പിന്നെ ഞാൻ ഇനി വേറെ നോക്കിക്കോളാമെന്നും പറഞ്ഞ് നമ്മൾ ഇട്ടേച്ച്, നിങ്ങൾ വലിയ ജാതിയും കുലവും പറഞ്ഞുകൊണ്ടിരുന്നോ എന്നും പറഞ്ഞ് നമ്മൾ ഇട്ടേച്ച് പോയേനെ. പക്ഷെ ഇവള് നോക്കിക്കേ, അവള് പോയില്ല. എത്ര കമ്മിറ്റ്മെന്റ്, അവിടെ ആ സമർപ്പണമാണ് നമ്മളവിടെ കാണേണ്ടത്. അവിടെയാണ് എന്നാൽ അവൾ വന്നു. എന്നാലെന്ന് പറഞ്ഞാൽ ഈ അപമാനം കേട്ടിട്ടും, ഈ പരിഹാസം കേട്ടിട്ടും, ഈ നിന്ന കേട്ടിട്ടും കാരണം അവളെയും അവളുടെ കൂട്ടത്തെ മുഴുവനും താറടിച്ച് പറയുന്ന ഒരു വർത്താനമാ യേശു പറഞ്ഞതെന്ന് തോന്നിപ്പോകും. അത്രമാത്രം അപമാനിക്കപ്പെടുന്ന ഒരു വർത്തമാനം പോലെ തോന്നുന്ന ഒരു വാക്ക്. അവളത് കേട്ട് കാണും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വീടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പം എന്തായാലും അവൾ അതിൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെ അവളുണ്ട്. അപ്പോൾ യേശു ഇത് ശിഷ്യന്മാരോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഈ വാർത്ത അവളുടെ അടുക്കൽ എത്തിയിട്ടുണ്ടായിരിക്കാം. എങ്കിലും അതിനെ വകവയ്ക്കാതെയാണ് ഇവൾ വന്നത്. എന്നിട്ട് പറയുകയാണ്, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞവനെ നമസ്കരിച്ചു. പിന്നെയും നോക്കിക്കേ, യേശു പിന്നെയും പറയുകയാണ്, യേശുവോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ വീണ്ടും യേശു അതേ ചിന്തയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. കാരണം ഈ ഒരു ചിന്ത യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ജാതികളെ എല്ലാം നായ്കൾക്ക് തുല്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അതൊക്കെ കേട്ടിട്ടുള്ള വിഷയമാണ്. അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറയുന്ന ഒരു വാചകമാണ്, കർത്താവേ ദൈവമേ യഹോവേ എന്നെ ഒരു സ്ത്രീയായിട്ടും ഒരു നായായിട്ടും ജനിക്കാൻ അനുവദിക്കാഞ്ഞത് കൊണ്ട് നന്ദി എന്ന് പറഞ്ഞാണ് അവർ ദൈവത്തിന് നന്ദി പറയുന്നത്. അവിടെ നായെന്ന് പറയുന്നത് മറ്റൊരു ജാതിയിൽപ്പെട്ട് ജനിക്കുവാൻ ഇടയാക്കാഞ്ഞത്, അതാണ് പറയുന്നതിൻ്റെ സാരം. അപ്പോൾ ഒരു സ്ത്രീയായിട്ടും അല്ലെങ്കിൽ മറ്റൊരു ജാതിയിൽ ജനിക്കുവാൻ ഇടയാക്കാഞ്ഞത് കൊണ്ട് നന്ദി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ ഇവരെ ഇങ്ങനെയാണ് മറ്റുള്ളവരെ മുഴുവൻ കാണുന്നത്. അപ്പോൾ അതാണ് യേശു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവളോട് പറയുന്നത്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുക. പക്ഷെ അവൾ എന്നിട്ടും വിടാൻ തയ്യാറായില്ല. അവളുടെ സമർപ്പണം, അവൾ വീണ്ടും പറയുന്ന വാക്കുകൾ നോക്കിക്കുക. അതിന് അവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും
ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴികയിൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകൾ വിരാമമിടുവാൻ തുടങ്ങുന്നതിന് മുൻപ്, പ്രതിസന്ധിയുടെ നടുവിൽ നിരാശപ്പെടുത്തുന്ന വാക്ക് കേട്ട് പ്രാർത്ഥന നിർത്തിയ ആരെങ്കിലും ഇന്ന് പകലുണ്ടെങ്കിൽ അവരോടാണ് ഇന്ന് പകൽ ദൈവത്തിന് ഈ വചനത്തിൽ കൂടെ ഇടപെടാനുള്ളത്. ദൈവം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിശ്വാസത്തെ ശോധന ചെയ്യുന്ന ഒരു സമയമുണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു പരീക്ഷ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വന്നിരിക്കും. അത് നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വിശ്വാസത്തിൻ്റെ പരിശോധനയ്ക്കകത്ത് വരുന്നതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയുടെ താമസം. പല വിഷയങ്ങളുണ്ട് അതിനകത്ത്. വിശ്വാസയുടെ പരിശോധന പല രീതിയിലാണ് വരുന്നത്. എന്നാൽ അതിനകത്തെ ഒന്ന്, ദൈവം നമ്മുടെ വിശ്വാസം ശോധന ചെയ്യുന്നത് പ്രാർത്ഥനയുടെ മറുപടിയുടെ താമസത്തിലാണ്. അത് ചിലപ്പം ആരെങ്കിലും പറയുന്ന നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വാക്ക് കേട്ടിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാൻ ഇരുന്നവരായിരിക്കും, നമ്മുടെ വിഷയത്തിന് വേണ്ടി നമ്മളോടൊപ്പം പ്രാർത്ഥിക്കാൻ ഇരുന്നവരായിരിക്കാം. അവരൊത്തിരി നാളുകൾ നമ്മുടെ കൂടെ ഇരുന്ന് കാണും. പക്ഷേ സമയങ്ങൾ ദിവസങ്ങളായിട്ടും ദിവസങ്ങൾ ആഴ്ചകളായിട്ടും ആഴ്ചകൾ മാസങ്ങളായിട്ടും അങ്ങോട്ട് നീണ്ടു പോകുമ്പോൾ അവരുടെ മനസ്സ് മടുക്കാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ അവരായിരിക്കും ചിലപ്പോൾ നമ്മളോട് പറയുന്നത്, എന്തിനായി ഇനിയും ഇതിനു വേണ്ടി ഇരിക്കുന്നത്, എന്തിനായി സമയം കളയുന്നത്, ഒരുപക്ഷെ ഇത് ദൈവഹിതമല്ലായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളെ മനസ്സ് മടുപ്പിക്കാൻ സാധ്യതയുണ്ട്. ദൈവഹിതം അല്ലെന്ന് പറയുന്നിടത്തും പിടിച്ചു നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വാസ്തവത്തിൽ ഈ സ്ത്രീ. കാരണം യേശുവിൻ്റെ വായിൽ നിന്ന് തന്നെയാണ് അത് വീണത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത് എന്ന് യേശു ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത്. അപ്പം അത് തീർത്തും ദൈവത്തിൻ്റെ ഹിതമല്ല എന്ന് വിധി എഴുതാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഈ സ്ത്രീയുടേത്. പക്ഷെ അവൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അങ്ങനെ അവൾ കേട്ടിട്ടും അവളുടെ വിഷയത്തിൽ നിന്ന് അവൾ മാറാൻ തീരുമാനിച്ചില്ല. കാരണം അവളുടെ ആവശ്യം അത്രയും വലുതാണ്. അവളുടെ ആവശ്യം, അവളുടെ ഭാരം അത്രയും വലുതാണ്. മറ്റാർക്കും പരിഹരിച്ചു കൊടുക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ഒരു വലിയ ഭാരമാണ് അവളെ അലട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവളുടെ ആ സമർപ്പണത്തിൽ ഇന്ന് പകൽ ഞാൻ പറയാം, നമ്മുടെ ആവശ്യം എത്ര വലുതാണോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ സമർപ്പണം വരുന്നത്. കിട്ടിയാൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ, സാരമില്ല എന്ന് പറയുന്ന മനോഭാവമാണ് നമുക്കെങ്കിൽ നമ്മൾ ആരെങ്കിലും പറയുന്ന ഒരു നിരാശപ്പെടുത്തുന്ന ഒറ്റ വാക്ക് കേട്ടാൽ മതി, നമ്മൾ അന്നേരെ പ്രാർത്ഥന നിർത്തും. എന്നാൽ അതല്ല, എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നുള്ള ചിന്തയിലാണെങ്കിൽ, എനിക്കൊരു വിടുതൽ എൻ്റെ വീടിനകത്ത് നടന്നേ പറ്റൂ എന്നുള്ള ചിന്തയിലാണെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പറയാം, നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി സംഭവിച്ചിരിക്കും. ഈ പകലിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ തുടങ്ങി. എവിടെയൊക്കെയോ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. ചില ഭവനങ്ങളിൽ ചിലതിനെ അഴിക്കാനുണ്ട് ദൈവത്തിന് ഇന്ന് പകൽ. ഞാനത് ആത്മാവിൽ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ചില ബന്ധങ്ങൾ ഉലഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന് എന്തൊക്കെയോ ചിലത് അഴിച്ചു പണിയാനുണ്ട്. ഈ പകലിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കാമോ? ഒരല്പസമയം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട്. ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? പുസ്തകങ്ങളും കണ്ണുകളും ദൈവസന്നിധിയിൽ ഒന്ന് അടച്ചാട്ടെ. എവിടെയോ ശത്രു അവകാശം പറയുന്ന ചില മേഖലകൾ, ഒരു തരത്തിലും മുൻപോട്ട് വിടത്തില്ലെന്ന് പറയുന്ന ചില ആ വാദഗതികളുമായി നിൽക്കുകയാണ്. എങ്ങനെ മുൻപോട്ട് പോയാലും എവിടെങ്കിലും തളച്ചിടും എന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില വാദങ്ങൾ. എന്നാൽ അവിടെ ഈ പകലിൽ ആരുടെയൊക്കെയോ വിഷയങ്ങളിൽ ചിലതിനെ അഴിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചില കെട്ടുകൾ ഇന്ന് പകൽ ദൈവം അഴിക്കാൻ പോകുകയാണ്.
ചില കുടുംബങ്ങൾക്കകത്ത് ചില വിടുതലുകൾ. ഇവൾ വീട്ടിൽ ചെന്നപ്പോഴത്തേന് ഒരു വലിയ വിടുതലിൻ്റെ സാക്ഷ്യമായി ഇവൾ കണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ആമേൻ പോകുന്ന വഴി യാത്രയിൽ തന്നെ ഒരു വലിയ വിടുതലിൻ്റെ സാക്ഷ്യത്തിന് നിങ്ങൾ ഉടമകളായി തീരുവാൻ പോകുകയാണ്. എന്തൊക്കെയോ നാളുകളായി ഒരു സമാധാനവും തരാതെ നിങ്ങളെ ഒരു തരത്തിലും മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് ആമേൻ എവിടെയോ നിങ്ങളെ തളർത്തിക്കളയണം, തളച്ചിടണമെന്ന് പറഞ്ഞ് ആമേൻ നിങ്ങളെ ഇനിയും മുൻപിൽ നിർത്തുവത്തില്ലെന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന ചില വാദങ്ങളുണ്ട്. എന്നാൽ ഈ പകലിൽ എന്നോട് ദൈവാത്മാവ് പറയുന്നു, വിളിച്ചു പറ, ജനത്തോട് പറ, ആമേൻ വിശ്വാസത്തോടെ ഇന്ന് പകൽ നിൽക്കാമെങ്കിൽ ദൈവത്തിന് നിങ്ങൾ ഭവനത്തിൽ ചെല്ലുമ്പോഴത്തേന് ചില വിടുതലുകൾ ചെയ്തെടുക്കുവാനുണ്ട്. അടുത്ത ആഴ്ച നിങ്ങൾ യോഗത്തിന് വരുന്നതിന് മുൻപേ ചില വിടുതലുകൾ ദൈവത്തിന് നിങ്ങളുടെ വിഷയങ്ങളിൽ ചെയ്യാനുണ്ട്. ശഖലബന ഹതുലിയ റബമന സൈതനി മിഹതുര റബനാഗ സംദല ഹുഡാബഹശ ദഗൽഖരൈനി മിഹതുലി റഗനെ സഖന്ദന ദഗന. നിങ്ങളുടെ ആത്മിക ജീവിതത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ചിലതിൻ്റെ മേൽ ശത്രു വാദിച്ചുകൊണ്ട് നിൽക്കുന്നത്, നിങ്ങളുടെ ആത്മികമായ അനുഭവങ്ങളെ തളച്ചു കളയണമെന്ന് പറഞ്ഞ് ഒരു വിധത്തിലും നിങ്ങളെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന, നിരാശപ്പെടുത്തുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന, ഇത് വീടിനകത്ത് നടക്കുന്ന വിഷയമാ. പക്ഷേ ഇന്ന് പകൽ ദൈവം പറയുകയാ, ഇവിടെ നിന്ന് നിങ്ങൾ പോകുമ്പോൾ ചിലതിൻ്റെ വീടിനകത്ത് ദൈവത്തിന് ചില അഴിച്ചുപണികൾ ചെയ്യാനുണ്ട്. ആ ക്ഷണത്തിൽ അവൾ അത് വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാ ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ വീട്ടിൽ ആമേൻ അത്ഭുതം നടന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ദൈവമക്കൾ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ വചനം പഠിച്ചു നോക്കി, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ ഞാൻ പഠിച്ചു നോക്കി. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കിയ രംഗങ്ങൾ ഞാൻ പഠിച്ചു നോക്കി. ആ കൂട്ടത്തിൽ യേശുക്രിസ്തു മരിച്ച 3 പേരെ ഉയർപ്പിച്ചതും ചേർത്ത് പഠിച്ചു. അവിടെ എല്ലാം ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ പറയാം. അവിടെ ഒരൊറ്റ ഇടത്തൊഴിച്ച്, ലാസറിൻ്റെ കല്ലറയ്ക്കൽ ഒഴിച്ച് ഒരിടത്തും യേശു പ്രാർത്ഥിച്ചിട്ടില്ല സൗഖ്യത്തിന് വേണ്ടി. നിങ്ങളിനി വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിക്കോ. എവിടെങ്കിലും ഒരു രോഗിക്ക് വേണ്ടി സൗഖ്യമാകാൻ യേശു പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ എൻ്റെ വായനയിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ ലാസറിൻ്റെ വിഷയത്തിൽ മാത്രം കല്ലറയ്ക്കൽ നിന്ന് യേശു ഒന്ന് പ്രാർത്ഥിച്ചു. അതല്ലാതെ ഒരിടത്തും യേശു പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്താ യേശു ചെയ്തത്? സൗഖ്യമാകുക എന്ന് കൽപ്പിക്കുകയാണ് ചെയ്തത്. ഇന്ന് പകൽ ആ അധികാരമാണ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത്. ഇന്ന് പകൽ ആ അധികാരം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവെ വിടിവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രാർത്ഥനയുടെ അടുത്ത ലെവലിലോട്ട് നിങ്ങൾ കയറണം. നിങ്ങളുടെ മേലുള്ള അധികാരം നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങണം. ഈ പകലിൽ നിങ്ങൾക്ക് ദൈവം ചില അധികാരങ്ങൾ തന്നിട്ടുണ്ട്. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ചവിട്ടി നിൽക്കുവാനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. അതാണ് ഇന്ന് പകൽ നിങ്ങളിവിടെ ഉപയോഗിക്കുവാൻ പോകുന്നത്. ഇവിടെ നിന്ന് നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ ആമേൻ നിങ്ങളുടെ വീടിനകത്ത് ഇന്ന് പകൽ അതിൻ്റെ വിടുതൽ സംഭവിക്കാൻ പോകുകയാ. നിങ്ങളുടെ ഭൗതിക തലങ്ങളിൽ അതിൻ്റെ വിടുതൽ സംഭവിക്കാൻ പോകുകയാ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ആ വിടുതൽ സംഭവിക്കാൻ പോകുകയാ. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ആ വിടുതൽ സംഭവിക്കാൻ പോകുകയാ. ഈ പകലിൽ അധികാരത്തോടൊന്ന് പറയാൻ പറ്റുമോ? എൻ്റെ മേൽ പകരുന്നിരിക്കുന്ന അധികാരം ചെറുതല്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നിരിക്കുന്ന ഈ പകലിൽ ആ അധികാരം തിരിച്ചറിയുന്നവർ നിങ്ങളുടെ വിഷയത്തെ കണ്ടുകൊണ്ട് ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല, ഈ പകലിൽ നിങ്ങൾ അധികാരത്തോടെ കൂടെ പറ, ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതിന്റെ മേൽ ജയമെടുക്കുകയാ. ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രോഗത്തിന്റെ മേൽ ജയമെടുക്കുകയാ. ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വിഷയത്തിന്റെ മേൽ ജയമെടുക്കുകയാ. എൻ്റെ കുടുംബജീവിതത്തെ തകർക്കുവാൻ നോക്കുന്ന, എൻ്റെ കുഞ്ഞിന്റെ ഭാവിയെ അടച്ചു കളയുവാൻ നോക്കുന്ന, എൻ്റെ ഭൗതിക തലങ്ങളെ മൂടിക്കളയുവാൻ നോക്കുന്ന, എൻ്റെ ശുശ്രൂഷയുടെ തലങ്ങളെ വെല്ലുവിളിക്കുന്ന വിഷയങ്ങളുടെ മേൽ ചില കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ അടച്ചു കളയാൻ നോക്കുന്ന തലങ്ങളെ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അതിനെ തുറന്നു പ്രാർത്ഥിക്കുകയാണ്.
ബിസിനസ് സ്ഥലങ്ങളിൽ ഇന്ന് പകൽ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. ചില ബിസിനസ്സുകളെ ആമേൻ മന്ദീഭവിച്ചുകൊണ്ട് ആമേൻ അടച്ചു കളയുവാൻ നോക്കുന്ന ചില പോരുകളുടെ മേൽ ഈ പകലിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിന്റെ മേൽ വിടുതൽ കൽപ്പിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ ഇന്ന് പകൽ ആമേൻ ചിലതിനെ ഉലച്ചു കളയിപ്പിക്കുവാൻ വാക്കുകൾ പറഞ്ഞ്, വെറുതെ വാക്കുകൾ പറഞ്ഞ്, തർക്കങ്ങളിട്ട് ആമേൻ ആശയങ്ങൾക്കകത്ത് ആമേൻ ചുമ്മാതെ തെറ്റിദ്ധാരണകൾ പരത്തി ആമേൻ ആവശ്യമില്ലാത്ത നിലയിൽ ചിലതിനെ തകർക്കുവാൻ വാദിക്കുന്ന ചില വാദങ്ങളുണ്ട്. ഈ പകലിൽ ഞാനതിനെ ആത്മമണ്ഡലത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സഭയൊരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ആമേൻ ഒരൊറ്റയൊരു കുടുംബത്തെ പോലും ശത്രു തകർക്കുവാൻ ഇടയാകല്. ഒരൊറ്റയൊരെണ്ണത്തിനെ പോലും ശത്രു അകറ്റുവാൻ ഇടയാകല്. ഈ പകലിൽ ആത്മമണ്ഡലത്തിൽ ഈ പകലിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം പ്രാപിച്ചവന് സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആമേൻ കുടുംബ ബന്ധങ്ങളെ ഉലച്ചു കളയുവാൻ വാദിക്കുന്ന പോരുകളെ ഈ പകലിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിച്ചു മാറ്റുകയാ. അഴിയട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയട്ടത്. Allabako sebelia mahatolo robo negese kelama halka manishe keniantolo boko sebra ribala bahusha vadantara rabandara arebe nimese penianto lobo kosekala അഴിയട്ടെ. ഇന്ന് പകൽ അഴിയട്ടെ. ആമേൻ. ശുശ്രൂഷയ്ക്കെതിരെ വാദിക്കുന്ന ചില വാദങ്ങൾ, നിങ്ങളിൽ പകർന്ന ചില കൃപാവരങ്ങൾ ജ്വലിക്കാതിരിക്കുവാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന, നിങ്ങളെ ആമേൻ മുഷിപ്പിക്കുന്ന ചില വാക്കുകൾ ആമേൻ നിങ്ങളെ മുൻപോട്ട് വിടാതെ ആമേൻ നിങ്ങളിൽ കത്തി ജ്വലിക്കേണ്ടിയ ചില കൃപാവരങ്ങൾ ജ്വലിക്കുവാൻ കഴിയാതെ അടച്ചുകളയുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറന്നു വിടുകയാ. ഈ പകലിൽ കർത്താവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. പ്രാർത്ഥനയുടെ രണ്ടാം തലത്തിലേക്ക് ഞാനും നിങ്ങളും കയറേണ്ടത് ആവശ്യമാണ്. അതാണ് അധികാരം ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ ഈ വചനം പറഞ്ഞ അടിയനെയും വചനം കേട്ട ജനത്തെയും ഒരുമിച്ച് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവെ, പലപ്പോഴും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളുടെ മുൻപിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെയും ഞങ്ങളുടെ ഉപവാസങ്ങളെയും ഞങ്ങളുടെ ആത്മിക മുന്നേറ്റത്തെയും ഒടുക്കിക്കളയുവാൻ ആമേൻ കർത്താവെ കുഴിച്ചു മൂടുവാനൊക്കെ ധൃതി വയ്ക്കുന്ന ശത്രുവിൻ്റെ പോരുകളുടെ മേൽ ഈ പകലിൽ ഞങ്ങളുടെ മേൽ ഒരു അധികാരം തന്നതിനായി സ്തോത്രം. ഈ ജനം ഈ അധികാരത്തോടു കൂടെ പോകട്ടെ കർത്താവെ.